എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത് കരളാണ്. മനുഷ്യൻ്റെ അല്ല, പോത്തിൻ്റെയാണ്. ഇതിങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടെക്സ്ചർ വളരെ സോഫ്റ്റാണ്. പോത്തിൻ്റെ കരള് ഒരു 3-3.5 കിലോ ഭാരം ഉണ്ടാവും. തന്നെയല്ല, ഇത് അറുത്തെടുത്തിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ആയി കാണും. അതുകൊണ്ടാണ് ഇത് ചെറിയ സ്റ്റിഫ്നെസ് ഉള്ളത്. ഇത്രമാത്രം ഒന്നും സ്റ്റിഫ്നെസ് അല്ല നമ്മളുടെ മനുഷ്യൻ്റെ കരളെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ കരള് വെറും 1.5 കിലോ ഭാരം മാത്രമേ ഉള്ളൂ. ഇത് ശരീരത്തിൻ്റെ അകത്ത് ചോരയ്ക്കുള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വളരെ സോഫ്റ്റാണ്, ജെല്ലി പോലെ വളരെ ചലിക്കുന്ന ഒരു അവയവമാണ്. ഒറ്റ കാര്യം പറയാം, ഈ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയ ഒരു കല്ലുപോലെയാവുന്ന അവസ്ഥയാണ് സിറോസിസ് എന്ന് പറയുന്നത്. സിറോസിസ് ഒരു മാരകമായ ഒരു പ്രശ്നം തന്നെയാണ്. സിറോസിസ് പല കാരണത്തിൽ വരാം. അതിൽ പലതും നമ്മളുടെ നിയന്ത്രണത്തിനപ്പുറമായിരിക്കാം. എന്നാൽ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നിട്ട് പോലും സംഭവിക്കുന്ന കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഫാറ്റി ലിവറാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഫാറ്റി ലിവറിനെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പല വീഡിയോസും ഞാൻ കണ്ടതിൽ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, ലിവറിൻ്റെ മുകളിൽ ഒരു പാട പോലൊരു കൊഴുപ്പുണ്ടാവും, ലിവറിൻ്റെ മുകളിൽ ഒരു ആവരണം ഉണ്ടാവും, ലിവർക്ക് ചുറ്റും ഫാറ്റ് നിറയുന്നതിനെയാണ് ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ തെറ്റാണ്. ഇങ്ങനെയല്ല. ഫാറ്റി ലിവറിനെ കുറിച്ച് നമുക്കിത് ഘട്ടം ഘട്ടമായിട്ട് എന്ത് സംഭവിക്കുന്നു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം 2 തരം ഫാറ്റി ലിവറുകളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാമത്തത് മദ്യപിക്കാത്തവരിൽ ഉണ്ടാവുന്ന ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. അതെങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, അരി ആഹാരങ്ങൾ, മധുരപലഹാരങ്ങൾ, പഞ്ചസാര, ഐസ്ക്രീം, ചോക്ലേറ്റ്സ്, ബ്രെഡ്, ബണ്ണ്, ബിസ്ക്കറ്റ്സ്, പെപ്സി, കോക്കോകോള മുതലായവ സാധനങ്ങൾ അമിതമായി സേവിക്കുകയും വ്യായാമം തീരെ ഇല്ലാത്തൊരു ജീവിതശൈലി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മദ്യപിക്കാത്തവരിൽ ഉണ്ടാകുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് നമുക്കുണ്ടാവും. ഇനി ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്താണെന്ന് വെച്ചാൽ AFLD എന്ന് പറയുന്നത് മേൽ പറഞ്ഞ സാധനങ്ങൾ പ്ലസ് മദ്യപിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് മദ്യപിക്കുന്നവരിലുണ്ടാകുന്ന ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതിപ്പോൾ നിത്യം മദ്യപിക്കുന്നവരിലുണ്ടാവും, വല്ലപ്പോഴും മദ്യപിക്കുന്നവരിലുണ്ടാവും, ഒക്കേഷണലി മദ്യപിക്കുന്നവരിലുണ്ടാവും, ബിയർ കുടിക്കുന്നവർക്കും ഉണ്ടാവും, വൈൻ കുടിക്കുന്നവർക്കും ഉണ്ടാവും. ഇതാണ് 2 തരത്തിലുള്ള ഫാറ്റി ലിവറുള്ള കാരണം എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫാറ്റി ലിവറിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനാദ്യം ഒരല്പം അനാറ്റമി നമുക്ക് നോക്കാം. ഈ കാണുന്ന മതിൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പറയും ഇഷ്ടിക കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറയും. അങ്ങനെയാണെങ്കിൽ ഈ മതിലിൻ്റെ ഒരു യൂണിറ്റിനെ നിങ്ങൾ ഒരു ഇഷ്ടിക എന്ന് പറയും. എന്ന് പറയുന്നത് പോലെ കരളിൻ്റെ ഒരു യൂണിറ്റിനെ കരളിൻ്റെ ഒരു കോശം എന്നാണ് പറയുക. അതിനെ നമ്മൾ ഹെപ്പാറ്റോസൈറ്റ് എന്നാണ് വിളിക്കുക. കൊഴുപ്പടിയുന്നത് ഈ ഹെപ്പാറ്റോസൈറ്റിൻ്റെ ഉള്ളിലാണ്, കോശങ്ങളുടെ ഉള്ളിലാണ്. ഒരു കരൾ നമ്മളത് സൂം ചെയ്ത് നോക്കിയാൽ ഇത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഇത് ഇങ്ങനെ ഉണ്ടാവും. ഒന്ന് പഠിക്കാനായിട്ട് നമ്മൾ ഒരു കോശത്തിനെ മാത്രം ഒന്ന് എടുത്തു വെച്ച് നോക്കിയാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു കോശം കാണാം, ഹെപ്പാറ്റോസൈറ്റിനെ കാണാം. ആ മധ്യത്തിൽ കാണുന്നത് ന്യൂക്ലിയസ് ആണ്. സൈഡിൽ നിങ്ങൾക്ക് വെള്ള കുറച്ച് സ്പോട്ടുകൾ കാണാം. വേറെയും കോശങ്ങൾക്കകത്ത് വേറെയും ഒരുപാട് സാധനങ്ങളുണ്ട്. ഗോൾഗി അപ്പാരറ്റസ്, റൈബോസോംസ്, മൈറ്റോകോൺട്രിയ ഒക്കെ തന്നെയുണ്ട്. ആക്ച്വലി ഒരു കോശം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഉള്ളിൽ സസ്പെൻഡ് ആയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു പരന്ന പാത്രത്തിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചു, അതിലേക്ക് വെള്ളത്തിൽ അലിയാത്ത കുറേ സാധനങ്ങൾ വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെയാണ് കോശത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ആ വെള്ളത്തിനെ നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയും. ഞാനിത് പറയാൻ കാരണം, സൈറ്റോപ്ലാസം വെള്ളമാണല്ലോ, അവിടെ ഒരിക്കലും എണ്ണ വെള്ളമായിട്ട് ഒരിക്കലും അലിയില്ല. നിങ്ങൾ ആ കാണുന്ന വെള്ളത്തുള്ളികൾ എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡ്സിൻ്റെ തുള്ളികളാണ്. അതൊരിക്കലും സൈറ്റോപ്ലാസമായിട്ട് അലിയില്ല. കരളിൻ്റെ മൊത്തം ഭാരം, അതായത് 1.5 കിലോ ഭാരത്തിൻ്റെ 5% ഭാരം, ഏകദേശം 75 ഗ്രാം കൊഴുപ്പ് കരളിൽ ബൈ ഡീഫോൾട്ടായിട്ടുണ്ടാവും. ഇത് പ്രശ്നക്കാരനേ അല്ല. പ്രശ്നം വരുന്നത് നമ്മൾ കഴിക്കുന്ന അന്നജമായ ആഹാരം അമിതമായി കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഒരുപാട് ഉണ്ടാവുകയും ഈ ഗ്ലൂക്കോസിനെ ഊർജത്തിന് വേണ്ടി ശരീരം ഉപയോഗിക്കുന്നു. എന്നാൽ അത്രയും ഊർജം നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കരള് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഫാറ്റ് രൂപത്തിൽ കൺവേർട്ട് ചെയ്ത് മാറ്റിവെക്കുന്നു. ആ ഫാറ്റ് രൂപമാണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും വെക്കുന്നതോടുകൂടെ തന്നെ കരളിൻ്റെ അകത്ത് ഹെപ്പാറ്റോസൈറ്റ്സിൻ്റെ ഉള്ളിലും ട്രൈഗ്ലിസറൈഡ്സ് സൂക്ഷിച്ച് വെക്കപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ തുള്ളികൾ അല്പം വലുതായിട്ടിരിക്കുന്നത് പോലെ കാണുന്നില്ലേ? ഇത് ആക്ച്വലി സൈറ്റോപ്ലാസത്തിലുള്ള കൊച്ചു കൊച്ചു തുള്ളികൾ ചേർന്ന് വലിയ തുള്ളികളാകുന്നു. ശേഷം ഈ വലിയ തുള്ളികൾ പിന്നെയും ചേർന്ന് അതിലും വലിയൊരു തുള്ളിയായിട്ട് മാറുന്നു. ഫൈനലി ഇത് ഒറ്റ വലിയ തുള്ളിയാവും. അതോടുകൂടി ഈ കോശത്തിൻ്റെ ഉള്ളിൽ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് വളരെ കൂടുതലാകും. അങ്ങനെ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് വളരെ കൂടുമ്പോഴാണ് അവിടെ ഒരു ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നത്. ഈ വാക്ക് ഇൻഫ്ലമേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ലാസ്റ്റ് ഇതിനെ ചൊല്ലിയൊരു കാര്യം പറയാനായിട്ടുണ്ട്. അങ്ങനെ ഇൻഫ്ലമേഷൻ കൂടുമ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ എണ്ണത്തുള്ളി ന്യൂക്ലിയസിനെ പതുക്കെ പതുക്കെ തള്ളി പുറം ഭാഗത്തേക്ക് എത്തിക്കുന്നു.
അങ്ങനെ സെൽ മെംബ്രെയിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും ഇത് ന്യൂക്ലിയസിനെ ഞെരുക്കി അതിലെ ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുക. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന വാക്കും നിങ്ങൾ ഓർത്തിരിക്കണം. അവസാനം ഈ സെൽ മെംബ്രെയിൻ പൊട്ടുകയും ന്യൂക്ലിയസ് പുറത്തു വരികയും അത് കാരണത്താൽ ഈ കോശം മരണപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ അവിടെ കാണാനുള്ളത് പൊട്ടിയ ഒരു സെൽ മെംബ്രെയിനും വലിയ ഒരു ട്രൈഗ്ലിസറൈഡിൻ്റെ ഒരു എണ്ണത്തുള്ളിയുമാണ് അവിടെ കാണാനുള്ളത്. നമ്മുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഇഞ്ചുറി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ആ സൈറ്റിലേക്ക് ഉടനെ തന്നെ എത്തും. ഇവിടെ കുപ്പർ സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള കരളിൻ്റെതായ പട്ടാളക്കാർ ഉടനെ തന്നെ അവിടെ വരും. അവർ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം സ്റ്റെല്ലേറ്റ് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. സ്റ്റെല്ലേറ്റ് സെൽസ് അവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പൊട്ടിയ സെൽ മെംബ്രെയിൻ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവർ ഫൈബേഴ്സിനെ നിരത്തും, കൊളാജൻ ഫൈബേഴ്സിനെ നിരത്തും. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മളുടെ മുട്ടൊന്ന് ഉരഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കുറച്ച് കഴിയുമ്പോഴേക്കും ചോര കട്ടിയാവും. അതിനുശേഷം കട്ടിയായ ഒരു കൊറ്റ പോലത്തെ ഒരു സാധനം കുറേ ദിവസങ്ങളിരിക്കും. അതിനുശേഷം അതിൻ്റെ താഴെ പുതിയ സ്കിന്ന് വരും. ഫൈനലി ഈ കൊറ്റ പോലത്തെ സാധനം ഇളകിപ്പോവും. ഇങ്ങനെയല്ലേ സംഭവിക്കുക? നമ്മുടെ കരളിലെ കോശങ്ങൾക്കുള്ളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ ഇഞ്ചുറിക്ക് ശേഷം സ്റ്റെല്ലേറ്റ് സെൽസ് നിരത്തുന്ന ഫൈബറുകൾ ഒരു കോശം മുഴുവനായിട്ട് അങ്ങ് മൂടുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു കോശത്തിൻ്റെ ഉള്ളിൽ കൊഴുപ്പ് നിറയുന്നതിൻ്റെ അവസ്ഥയാണ് നമ്മൾ സ്റ്റിയറ്റോസിസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കോശത്തിനെ മുഴുവനായിട്ടും ഫൈബറുകൾ കൊണ്ട് നിറയുമ്പോഴാണ് നമ്മൾ അതിനെ ഫൈബ്രോസിസ് എന്ന് വിളിക്കുന്നത്. സ്റ്റിയറ്റോസിസ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് നിറഞ്ഞ അവസ്ഥ, ഓസിസ് എന്ന് പറഞ്ഞാൽ അവസ്ഥ, ഫൈബ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ നിറഞ്ഞ അവസ്ഥ. ഇങ്ങനെ ദിവസേന ഒരുപാട് കോശങ്ങൾ ചാവുകയും അത് പിന്നെ നീക്കം ചെയ്യുകയും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇത് ഡെയിലി നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്, വളരെ നോർമലാണ്. പ്രശ്നം വരുന്നത് ഇതിൻ്റെ വേഗതയാണ്. നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് ഒരു നിശ്ചിത സമയം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കൊടുത്തു, ആ സമയത്തിനുള്ളിൽ വീണ്ടും വീണ്ടും നമ്മൾ കൂടുതൽ ജോലി ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഫയലുകൾ എങ്ങനെ കുമിഞ്ഞു കൂടുമോ അതുപോലെ തന്നെയാണ് ഒരു ദിവസത്തെ ട്രൈഗ്ലിസറൈഡ് കൂടുന്നു. അതുകൊണ്ടുണ്ടാകുന്ന സെൽ ഇഞ്ചുറിയൊക്കെ കരൾ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ക്രമേണ വളരെ വേഗത്തിൽ ഇങ്ങനെ ട്രൈഗ്ലിസറൈഡ്സ് വന്ന് കുമിഞ്ഞു കൂടുന്നത് കാരണത്താൽ ഒരുപാട് ഇഞ്ചുറി പെട്ടെന്ന് ഉണ്ടാകുന്ന കാരണത്താൽ കരളിനെ പെട്ടെന്ന് അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ചില ഇഞ്ചുറീസ് പെർമനൻ്റ് ആയിട്ട് മാറുന്നത്, ചില ഫൈബ്രോസിസ് പെർമനൻ്റ് ആയിട്ട് മാറുന്നത്. ഇവിടെയാണ് നമ്മൾ സ്കാർ ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. ഫൈബറുകളും നിരന്നു, അതിനുശേഷം അത് പൊറുക്കാതെ അതിൻ്റെ മുകളിൽ അത് പെർമനൻ്റ് ആയി മാറുന്നു. ഉദാഹരണം, നമ്മൾ നേരത്തെ പറഞ്ഞ മുട്ട് ഉരഞ്ഞു, അതിനുശേഷം പൊറ്റ ഉണ്ടായി, പക്ഷേ ഈ പൊറ്റ ഇളകി പോകുന്നില്ല, അത് അവിടെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ് ഈ സ്കാർ ടിഷ്യൂ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു 30% കോശങ്ങളിലും കൊഴുപ്പ് നിറയുന്ന അവസ്ഥയിൽ നമ്മൾ പോയി സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ഗ്രേഡ് 1 ഫാറ്റ് ലിവർ എന്ന് പറയുന്നത്. 30 മുതൽ 60% കോശങ്ങളിലും കൊഴുപ്പ് നിറയുമ്പോഴാണ് ഗ്രേഡ് 2 ഫാറ്റ് ലിവർ എന്ന് പറയുന്നത്. 60%-ലും മുകളിലോട്ട് പോകുമ്പോഴാണ് ഗ്രേഡ് 3 ഫാറ്റ് ലിവർ എന്ന് പറയുന്നത്. ഗ്രേഡ് 3 ഫാറ്റ് ലിവർ കഴിഞ്ഞാൽ പിന്നെ ഫൈബ്രോസിസ് ആണ്, പിന്നെ സിറോസിസ് ആണ്. അപ്പോൾ കൊഴുപ്പ് നിറയുന്ന അവസ്ഥയെ നമ്മൾ സ്റ്റിയറ്റോസിസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കണക്ക് ആക്ച്വലി കൊഴുപ്പ് നിറയുന്നതിൻ്റെ കണക്കാണ്, അല്ലെങ്കിൽ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് സ്റ്റിയറ്റോസിസിൻ്റെ ഗ്രേഡിംഗ് ആണ്. ഇത് കൂടാതെ വേറൊരു ഗ്രേഡിംഗ് കൂടിയുണ്ട്. എത്രത്തോളം കോശങ്ങൾക്കകത്ത് ഫൈബേഴ്സ് വന്നു, അത് കാരണത്താൽ എത്രത്തോളം പെർമനന്റ് സ്കാർ വന്നു എന്ന് നോക്കുന്ന ഒരു ഗ്രേഡിംഗ് ഉണ്ട്. അതിന് നമ്മൾ ഫൈബ്രോസിസ് ഗ്രേഡിംഗ് എന്ന് പറയുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ F0 എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ സ്കാറിംഗ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, വലിയ തോതിൽ ഫൈബ്രോസിസും സംഭവിച്ചിട്ടില്ല. F1 എന്ന് പറഞ്ഞാൽ നേരിയ തോതിൽ ഫൈബ്രോസിങ് ആവുന്നുണ്ട്, പക്ഷേ സ്കാർ ടിഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. F2 എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഫൈബ്രോസിങ് ഉണ്ട്, അതുപോലെ തന്നെ സ്കാർ ടിഷ്യൂസും വന്നു തുടങ്ങിയിട്ടുണ്ട്. F3 എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട അവസ്ഥയിലായി മാറി എന്ന് പറയാം. F4 എന്ന് പറഞ്ഞാൽ സിറോസിസ് ആണ്. F0, 1, 2, 3 ഈ സ്റ്റേജുകളിൽ ആ വ്യക്തി കറക്റ്റ് സമയത്ത് ചികിത്സ എടുക്കുകയും നല്ലൊരു ജീവിതശൈലി മോഡിഫൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ അസുഖം എല്ലാം തന്നെ റിവേഴ്സ് ചെയ്യാമായിരുന്നു. F4 സിറോസിസിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ചിലവേറിയ മരുന്നുകൾ അതുപോലെ തന്നെ ചികിത്സകളും ഒക്കെ ആയിട്ട് ജീവിതകാലം മുന്നോട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. ഫൈനലി കരട് മാറ്റിവെക്കാതെ വേറെ ഒരു തരത്തിലുള്ളൊരു മാർഗവും ഉണ്ടാവുകയില്ല. ഇതാണ് ഫൈബ്രോസിസിൻ്റെ സ്റ്റേജ്. അപ്പോൾ നമുക്ക് സ്റ്റിയറ്റോസിസിൻ്റെ സ്റ്റേജും അറിയണം, ഫൈബ്രോസിസിൻ്റെ സ്റ്റേജും അറിയണം. എന്നാൽ ഫൈബ്രോസിസ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ലിവർ ബയോപ്സിയാണ്. അതൊരു ഇൻവേസീവ് മെത്തേഡ് ആയതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ നോൺ ഇൻവേസീവ് മെത്തേഡുകളുണ്ട്. ഉദാഹരണം, ഒന്നാമത്തത് ഫൈബ്രോ സ്കാനാണ്, മറ്റൊന്ന് ഷിയർ വേവ് ഇലാസ്റ്റോഗ്രാഫിയാണ്, മറ്റൊന്ന് MRI ഇലാസ്റ്റോഗ്രാഫിയാണ്. കൂടുതൽ ആളുകളും ചെയ്യുന്നത് ഫൈബ്രോ സ്കാൻ ആയതുകൊണ്ട് ഫൈബ്രോ സ്കാനെ കുറിച്ച് വിശദീകരിച്ച് നമ്മൾ സംസാരിക്കും. ഫൈബ്രോ സ്കാൻ ചെയ്യുന്നതിനായിട്ട് ഒരു 4 മണിക്കൂർ ഫാസ്റ്റിംഗ് നിർബന്ധമാണ്.
ഫൈബ്രോ സ്കാനിൽ നമ്മൾ രണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. ഫൈബ്രോസിസും ചെക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റിയറ്റോസിസും ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു കോശത്തിൽ എത്രത്തോളം അല്ലെങ്കിൽ ലിവറിൽ എത്രത്തോളം ഫൈബേഴ്സ് നിറഞ്ഞു, അതുപോലെ തന്നെ ലിവറിൽ എത്രത്തോളം കൊഴുപ്പും നിറഞ്ഞു എന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പല ആളുകളും ഫൈബ്രോ സ്കാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ റീഡിങ് പല ആൾക്കാർക്കും കറക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. വളരെ എളുപ്പമാണ്. ഫൈബ്രോ സ്കാനിൽ 2 റീഡിങ്ങും കിട്ടുന്നുണ്ട്. നമുക്ക് ആദ്യം എത്രത്തോളം കൊഴുപ്പ് നിറഞ്ഞു എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനെ നമ്മൾ കാറ്റ് സ്കോർ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് dB/m, ഡെസിബെൽസ് പെർ മീറ്റർ എന്നാണ്. ഇതിൻ്റെ ഗ്രേഡിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ S0, S1, S2, S3. S0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 238 ഡെസിബൽ പെർ മീറ്ററിലും താഴെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ S0 ആണ്. ഒരു തരത്തിലുള്ള കൊഴുപ്പും അതിലില്ല, വളരെ നോർമലാണ്. ഇനി S1 എന്ന് പറയുന്നത് 238 മുതൽ 260 ഡെസിബൽ പെർ മീറ്റർ ആണെങ്കിൽ ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്ന് നമ്മൾ പറയുന്നു. S2 എന്ന് പറയുന്നത് 260 ഡെസിബൽ പെർ മീറ്റർ മുതൽ 290 ഡെസിബൽ പെർ മീറ്റർ ആണെങ്കിൽ നമ്മൾ ഗ്രേഡ് 2 ഫാറ്റി ലിവർ എന്ന് പറയുന്നു. അതുപോലെ S3 290 ഡെസിബൽ പെർ മീറ്ററിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേഡ് 3 എന്ന് പറയുന്നു. അപ്പോൾ ഇത് കൊഴുപ്പിനെ അളക്കുന്ന സ്കെയിലാണ്. ഇതുപോലെ ഇനി ഫൈബ്രോസിസിനെ അളക്കുന്ന സ്കെയിലുണ്ട്. അവിടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ F0, F1, F2 എന്ന് പറയുന്ന അതേ സ്കെയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഫൈബ്രോസിസിനെ അളക്കുമ്പോൾ നമ്മൾ കിലോ പാസ്കൽ എന്നാ പറയുക, KPa എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് F0യും F1 2 to 7, 2 മുതൽ 7 വരെ കിലോ പാസ്കൽ ആണെങ്കിൽ നോർമലാണ്. വലിയ തോതിൽ ഫൈബ്രോസിസ് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തത് F2 എന്ന് പറയുന്നത് 7 മുതൽ 10 വരെ കിലോ പാസ്കലാണ്. അത്യാവശ്യം ചെറിയ രീതിയിൽ ഫൈബ്രോസിസ് വന്നു തുടങ്ങുന്നത്, ചെറിയ തോതിൽ സ്കാർ ടിഷ്യൂസും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. F3 എന്ന് പറഞ്ഞാൽ 10 മുതൽ 14 വരെയാണ്. നല്ല രീതിയിൽ ഫൈബ്രോസിസ് വരുന്നുണ്ട്, നല്ല രീതിയിൽ സ്കാർ ടിഷ്യൂസും കാണാവുന്നുണ്ട്, കാര്യം വഷളായിക്കൊണ്ടിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം. F4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 കിലോ പാസ്കലിനേക്കാൾ കൂടിയ അവസ്ഥയാണ്. നമ്മൾ എവിടെയാണ് സിറോസിസ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഗ്രേഡ് 2 ഫാറ്റി ലിവർ ഉണ്ട് എന്നിരിക്കട്ടെ എന്ന് കരുതി അദ്ദേഹത്തിന് ചിലപ്പോൾ F0 അല്ലെങ്കിൽ F1 ഫൈബർ സ്കോർ ആയിരിക്കും ഉണ്ടാവുക. അതായത് കൊഴുപ്പുണ്ട് എന്ന് വിചാരിച്ച് ഫൈബ്രോ സ്കാനിൽ ഫൈബ്രോസിസ് നടന്നു എന്ന് വരണമെന്ന് നിർബന്ധമില്ല. അതിന് കാരണം കൊഴുപ്പാണ് ആദ്യകാലം കുറേ നാൾ ഉണ്ടാവുക, അതിനുശേഷമാണ് ഫൈബ്രോസിസ് ഉണ്ടാവുക. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഗ്രേഡ് 2 ഫാറ്റി ലിവർ ആണ് എന്നുണ്ടെങ്കിൽ അത് ചികിത്സിച്ചോ അല്ലെങ്കിൽ ജീവിതശൈലിയും മാറ്റങ്ങൾ വരുത്തി അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും അത് ഫൈബ്രോസിസ് ആയിട്ട് മാറുക തന്നെ ചെയ്യും. ഇനി ഫൈബ്രോസിസ് ആയിട്ടും നിങ്ങൾ ട്രീറ്റ്മെൻ്റ് ഒന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ അതിനെ സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സിറോസിസ് ആവുക തന്നെ ചെയ്യും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോ പോകുന്നത്. ഇനി ബ്ലഡ് ടെസ്റ്റിൽ എങ്ങനെയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് വെച്ചാൽ വളരെ എളുപ്പമാണ്. LFT നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എല്ലാവരും ചെയ്യുന്നതാണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ കൂടെ നിങ്ങൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടി ഒന്ന് കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതായത് നിങ്ങൾ ഗൂഗിൾ എടുക്കുക, അതിലേക്ക് ഫിബ് ഫോർ ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫിബ് സ്കോർ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു കാൽക്കുലേറ്റർ നിങ്ങൾക്ക് വരും. ആ കാൽക്കുലേറ്ററിലേക്ക് നിങ്ങളുടെ വയസ്സ്, അതുപോലെ തന്നെ SGPT അല്ലെങ്കിൽ ALT, അതുപോലെ തന്നെ SGOT അല്ലെങ്കിൽ AST ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൂടാതെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പല റിപ്പോർട്ടിലും 2.5 ലക്ഷം കോശങ്ങൾ അല്ലെങ്കിൽ 1,95,000 കോശങ്ങൾ എന്നൊക്കെ ആയിരിക്കും. 2.5 ലക്ഷം എന്നാണെങ്കിൽ 250 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 1,95,000 എന്നാണെങ്കിൽ 195 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കിട്ടുന്ന റിപ്പോർട്ട് 1.3ക്ക് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. 1.3ക്കും 2.6ൻ്റെയും ഇടയിലാണെങ്കിൽ ബോർഡർ ലൈനായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. 2.6നും കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈ റിസ്കിലാണ് ഫൈബ്രോസിസ് നടക്കാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു വഴി. പല ആളുകളും വൈറ്റമിൻ ഇ അതുപോലെ omega-3 ഫാറ്റി ആസിഡ് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് ഇതുകൊണ്ട് ഫാറ്റി ലിവർ കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്നുള്ളതാണ്. അതൊരിക്കലുമില്ല. ഈ വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നത് 2 വാക്കുകൾ ഓർമ്മിച്ച് വെക്കണം എന്നുള്ളത്. ഒന്ന്, ട്രൈഗ്ലിസറൈഡ്സിൻ്റെ കൊഴുപ്പിൻ്റെ തുള്ളികൾ നിറഞ്ഞ് അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2, ഈ നിറഞ്ഞു വന്ന ട്രൈഗ്ലിസറൈഡ്സിൻ്റെ തുള്ളി ന്യൂക്ലിയസിനെ തള്ളി പുറത്ത് കളഞ്ഞ് അവിടെ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സത്യത്തിൽ ഈ വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സും ഒക്കെ തന്നെ
ഈ ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ ഈ സ്ട്രെസ്സും മാത്രമേ കുറയ്ക്കുന്നുള്ളൂ. അല്ലാതെ പുറത്തുനിന്നും അകത്തോട്ട് കയറുന്ന ഈ ട്രൈഗ്ലിസറൈഡ്സിന്റെ ഫ്ലോ കുറയ്ക്കുന്നേ ഇല്ല. ട്രൈഗ്ലിസറൈഡ്സിന്റെ ഫ്ലോ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ അന്നജമായ ആഹാരം പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ പുറത്തുനിന്ന് അകത്തോട്ട് കയറുന്ന ട്രൈഗ്ലിസറൈഡ്സിന്റെ ഫ്ലോ കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ പല ആളുകളും അന്നജമായ ആഹാരങ്ങൾ പാടെ ഉപേക്ഷിച്ച് വളരെ സ്ട്രിക്റ്റ് ഡയറ്റ് ചെയ്യുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വരുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് അറിയാം. നമ്മൾ അന്നജം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മളുടെ ശരീരത്തിന് ഇപ്പോൾ ഊർജം വേണം. അപ്പോൾ ഊർജത്തിന് ശരീരം ഇപ്പോൾ ആശ്രയിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ട്രൈഗ്ലിസറൈഡ്സിനെ തന്നെയായിരിക്കും. അങ്ങനെ ട്രൈഗ്ലിസറൈഡ്സിനെ വിഘടിപ്പിച്ച് ഫ്രീ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളുമായിട്ട് മാറ്റി ആ ഫ്രീ ഫാറ്റി ആസിഡ്സിനെ കൊണ്ട് കരൾ വീണ്ടും ഊർജത്തിനെ കണ്ടെത്തുന്നു, നല്ല രീതിയിൽ പോകുന്നു. ഓക്കെ, ഫൈൻ. പക്ഷെ ചില ആളുകൾ വളരെ സ്ട്രിക്റ്റ് ആവും. അവരൊരു ഭക്ഷണവും കഴിക്കാതെ ചെറിയ എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ ഏതാനും ജ്യൂസുകളോ ഒക്കെ കുടിച്ച് മാത്രം മുന്നോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ഗണ്യമായി ബേൺ ഔട്ട് ആവും. ഒരുപാട് ഫാറ്റുകൾ വിഘടിപ്പിച്ച് ഒരുപാട് ഫ്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ടാവുന്നു, ഒരുപാട് ഗ്ലിസറോൾ ഉണ്ടാവുന്നു. ഒരുപാട് ഫാറ്റി ആസിഡ്സ് കരളിലേക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ ഇതിനെ എല്ലാം കൊണ്ട് ഊർജ്ജമാക്കി മാറ്റാൻ കരളിന് സാധിച്ചെന്ന് വരില്ല. അല്ലെങ്കിൽ എല്ലാ ഫാറ്റി ആസിഡ്സിനെയും ഓക്സിഡൈസ് ചെയ്തു പോകാമെന്ന് വരില്ല. ഇങ്ങനെ വരുമ്പോൾ കരൾ എന്താ ചെയ്യുന്നത്? കുറേയേറെ ഫാറ്റി ആസിഡ്സിനെ പിന്നെയും ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഫാറ്റിൻ്റെ കോശങ്ങൾക്കുള്ളിലേക്ക് പിന്നെയും തിരികെ കയറ്റി വെക്കും. ഒന്നും ഓർക്കണം, നമ്മൾ എന്തിനാണ് ഇത് ചെയ്തത്? കരളിൻ്റെ കോശങ്ങൾക്കുള്ളിലുള്ള ട്രൈഗ്ലിസറൈഡ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ അവസാനം എത്തിപ്പെടുന്നത് ആ പഴയ അവസ്ഥയിൽ തന്നെയായിരിക്കും. അപ്പോൾ ഫാറ്റി ലിവറിന് വേണ്ടി ട്രീറ്റ് ചെയ്യുമോ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഫൈനലി അത് ഫാറ്റി ലിവർ കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയല്ല വേണ്ടത്. അതിന് ചെയ്യേണ്ടത് നിങ്ങൾ അന്നജം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുന്നതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. അതാണ് വ്യായാമം. വ്യായാമമാണ് കരളിന് ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത്. അത് രണ്ടും കോമ്പിനേഷനിൽ പോയാൽ നിങ്ങൾ അന്നജമായത് കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തു, വ്യായാമം മുറയ്ക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഗ്രാജുവലായിട്ട് നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബേൺ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ശരീരത്തിൻ്റെ കൊഴുപ്പ് കുറയുമ്പോൾ മാത്രമേ നിങ്ങളുടെ കരളിൽ കൊഴുപ്പ് കുറയുള്ളൂ, അല്ലാതെ ഒരിക്കലും കുറയുകയില്ല. പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. 5 ദിവസം ഇത് കലക്കി കുടിച്ചാൽ മതി, അല്ലെങ്കിൽ 1 മാസം ഇത് കുടിച്ചാലോ ഇത് സേവിച്ചാലോ ഫാറ്റ് ലിവർ കംപ്ലീറ്റ് ആയിട്ട് മാറും. അങ്ങനെയൊന്നും തന്നെ മാറാൻ പോകുന്നതായിട്ട് ഒരിക്കലും ഉണ്ടാവുന്നില്ല. വ്യായാമം ചെയ്യുക, അന്നജമായ ആഹാരങ്ങൾ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കാമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിലും ആരോഗ്യപൂർവമായ രീതിയിൽ നമുക്ക് ഈ ഫാറ്റ് ലിവറിന് റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ പലപ്പോഴും പറയാറ് ഒരു കാര്യമാണ്, അതായത് ഈ ലോകത്ത് മലയാളികളാണ് പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ആളുകൾ. കാരണം ഫോറിനേഴ്സ് തൻ്റെ പ്രണയത്തെ അഭിസംബോധന ചെയ്യുന്നത് മൈ സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഹാർട്ടിനെയാണ് ഉപയോഗിക്കുന്നത്. ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു, സ്വന്തമായി മാംസപേശികളുണ്ട്, സ്വന്തമായ ജോലിയുണ്ട്, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു അവയവം. അതേസമയം മലയാളി മാത്രമേ ഉള്ളൂ എൻ്റെ കരളെ എന്ന് വിളിക്കുന്നത്. കാരണം മലയാളിക്ക് അറിയാം ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് കരളാണ്, ഏതൊരു കാര്യത്തിന് ഓടി വരുന്നതും കരളാണ്, എല്ലാവരുമായിട്ട് സഹകരിക്കുകയും ചെയ്യും, ഒരാപത്ത് വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കുകയും ചെയ്യും. തന്നെയുമല്ല, പകുത്തു കൊടുക്കണമെങ്കിൽ പകുത്തു കൊടുക്കാനും മടിയില്ലാത്ത 500-ൽ പരം ജോലി ചെയ്യുന്ന ഒരു അവയവമാണ് കരൾ. അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ടെന്ന് മലയാളിക്ക് നന്നായി അറിയാം. പക്ഷെ നമ്മൾ ഈ അവയവത്തിനെ അത്ര വേണ്ടത്ര പ്രാധാന്യം കൽപ്പിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. എന്തായാലും വീഡിയോ ഇവിടെ കഴിയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും ഒരു വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരേക്കും ബൈ.